2 വർഷം കൊണ്ട് ഒരു വീട് എന്ന നമ്മുടെ വലിയ സ്വപ്നത്തിന്റെ രണ്ടാം ദിവസമാണിന്ന്. യെസ്, വെൽക്കം ടു ഡേ 2 ഓഫ് ബിൽഡ് എ ഹോം ഇൻ 730 ഡേയ്സ്. ഇന്ന് മുതൽ നമ്മൾ വീടിന് വേണ്ടി പണം ഉണ്ടാക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും മറ്റു വരുമാനങ്ങളിൽ നിന്നും ഒന്നും ഒരു രൂപ പോലും നമ്മൾ ഇതിനു വേണ്ടി എടുക്കില്ല. വീടിന് വേണ്ടി മാത്രം സീറോയിൽ നിന്ന് നമ്മൾ കാശുണ്ടാക്കും. കഴിഞ്ഞ വീഡിയോയിൽ വീടിനും വസ്തുവിനും വേണ്ടി നമ്മൾ ബഡ്ജറ്റ് ഇട്ടത് 50 ലക്ഷം രൂപയാണ്. അതായത് 2 വർഷം കൊണ്ട് ടാക്സും കൂടി ചേർത്ത് 65 ലക്ഷം രൂപ. 2 വർഷം കൊണ്ട് ഇത്രയും തുക ഒരു കാരണവശാലും ഒരു ജോലിക്ക് പോയി ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്കിലൂടെ മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ. അതിനുവേണ്ടി ആദ്യം സ്വന്തം കഴിവ് മനസ്സിലാക്കണം. എന്റെ കഴിവ് കണ്ടന്റ് ക്രിയേഷൻ, ഡിജിറ്റൽ മേഖല, പിന്നെ കുറെയൊക്കെ ബിസിനസ് എന്നിവയിലാണ്. കുറെ നാളായി ഓൺലൈൻ ബിസിനസ്, വീഡിയോ മേക്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള മേഖലകളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ആ മേഖല തന്നെ ഇതിനു വേണ്ടിയും തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ എന്തിനും ആദ്യം വേണ്ടത് പണമാണ്. നമ്മളാണെങ്കിൽ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. സമയം ഒട്ടും കളയാനില്ല. കുറച്ചുനേരം ആലോചിച്ച ശേഷം ഒരു ഐഡിയ കിട്ടി. മറ്റുള്ളവരുടെ പ്രൊഡക്റ്റ് എടുത്ത് മാർക്കറ്റിംഗ് ചെയ്ത് സെല്ല് ചെയ്താൽ നമ്മുടെ കമ്മീഷൻ കിട്ടും. അതാവുമ്പോൾ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതായത് ഒരാളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾ ആ പ്രൊഡക്റ്റ് വെച്ച് ആളുകളിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യും. അത് ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് സാധനം ഡെലിവറി ചെയ്യാൻ ഞാൻ സെല്ലറിനോട് പറയും. അവർ സെല്ല് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന്റെ നിശ്ചിത തുക നമുക്ക് കമ്മീഷൻ കിട്ടും. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നാണ് ഈ പരിപാടിയെ പറയുന്നത്. പക്ഷെ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് പോലുള്ളവ ഉപയോഗിക്കണം. അതിനും വേണം പണം. അത് മാത്രമല്ല, സെല്ലർ അയക്കുന്ന പ്രൊഡക്റ്റ് ഡാമേജോ മിസ്മാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവും. അങ്ങനെ ആരെയും വിഷമിപ്പിച്ചിട്ടുള്ള പണമൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് സ്വന്തമായി തന്നെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് ചെയ്യാം. എന്നാൽ ഹോൾസെയിൽ ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ കുറച്ച് ഫണ്ട് വേണം. അതിനുവേണ്ടി കുറച്ച് കാശ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച് ഒരു 50,000 രൂപ കടം തരാമോ എന്ന് ചോദിച്ചു. ഞാൻ കരുതിയതുപോലെ തന്നെ എല്ലാ ആളുകളും റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഓരോ ആവശ്യത്തിനും എന്നെ വിളിച്ചപ്പോൾ ഞാൻ കടം കൊടുത്തിട്ടുള്ളവർ പോലും എനിക്ക് തരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാമെങ്കിൽ പണം തരാമെന്ന് ഒരാൾ പറഞ്ഞത്. 2 ദിവസം കൊണ്ട് നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് മൊത്തം സെല്ല് ചെയ്ത് പണം തിരിച്ചു കൊടുക്കുന്നത് നടക്കുന്ന പരിപാടിയല്ല. എന്നാൽ പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത്. അങ്ങനെ ആ ആളിനെ തന്നെ തിരിച്ചു വിളിച്ച് 2 ദിവസത്തിനുള്ളിൽ പണം തിരിച്ചു തരാമെന്ന് ഉറപ്പ് കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം 50,000 രൂപ എനിക്ക് അയച്ചു തരികയും ചെയ്തു. ഈ തുക വെച്ച് 2 ദിവസം കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം എമൗണ്ട് ഉണ്ടാക്കിയിട്ട് ഫണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ തിരിച്ചു കൊടുക്കണം. അതിനുള്ള ഒരു വഴി കണ്ടിട്ടുണ്ട്. ബാക്കി നാളെ.